ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിലെ അരിയോ അരിപ്പൊടിയോ ഒന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ഇടിയപ്പം കഴിക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും? ഒട്ടും അരി ഉപയോഗിക്കാതെ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സമയവും എടുക്കില്ല. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം. 2 കപ്പ് വെള്ളം പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ കപ്പിൽ തന്നെയാണ് വെള്ളവും റവയൊക്കെ അളന്നെടുക്കാൻ പോകുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് വെള്ളത്തിന് ഉപ്പ് തോന്നണം, അത്രയും ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ഒന്നിച്ച് ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്നിച്ച് ചേർത്താൽ കട്ട പിടിച്ചു പോകും കേട്ടോ. തീ ഞാൻ മീഡിയത്തിലോട്ടാക്കി വെച്ചിട്ടാണ് റവ ചേർക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് കണക്ക്. 2 കപ്പ് റവയാണെങ്കിൽ 4 കപ്പ് വെള്ളം എടുത്തിട്ട് വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട്. വെള്ളം തിളച്ച ഉടനെ നമ്മൾ റവ ചേർത്ത് കൊടുക്കണം. കൂടുതൽ നേരം വെള്ളം തിളപ്പിച്ചാൽ വെള്ളം വറ്റി തുടങ്ങും. അപ്പം നമ്മൾ ഈ പറയുന്ന കണക്ക് ശരിയാവില്ല. ഇനി ഈ മീഡിയം തീയിലിട്ടിട്ട് നമ്മൾ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കൂടുതൽ വറ്റിച്ചെടുക്കണ്ട. നമ്മൾ അരിപ്പൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാവ് കുഴച്ചെടുക്കില്ലേ, ആ പരുവാവുന്ന വരെ വറ്റിച്ചെടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. ഇനി കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുമ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 3 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സേവനാഴിയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് മാവ് വെച്ച് കൊടുക്കാം. ഇനി ഇഡലിത്തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇടണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ചുറ്റിച്ചൊഴിക്കാം. ഞാൻ കയ്യിലൊരു പേപ്പർ വെച്ചിട്ടാണ് സേവനാഴി പിടിച്ചേക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ കറക്കി എടുക്കുമ്പോൾ വഴുതി പോവില്ല. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഇടിയപ്പം പോലെ അത്ര സമയമൊന്നും വേണ്ട. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെറും 5 മിനിറ്റ് മാത്രം മതി. നേരത്തെ നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചത്, അപ്പം തന്നെ റവ വെന്ത് കിട്ടും. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നമുക്കിത് ചൂടോടെ തന്നെ ഇളക്കിയെടുക്കാം. ഇടിയപ്പം കണ്ടോ, നമ്മുടെ അരി ഇടിയപ്പം പോലെ തന്നെയാണ്. നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റിയും ആണ്. കറി പോലും വേണ്ട ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സാധാരണ ഇടിയപ്പത്തിനോടൊപ്പം കഴിക്കുന്ന എല്ലാ കറിയും ഇതിനും കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കഴിഞ്ഞ വീക്ക് ഞാൻ റവ കൊണ്ട് എങ്ങനെയാണ് ഇഡലി ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.